വായിച്ചത്, മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ നല്ല വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധ സേവ ചെയ്യും. സ്തോത്രം. ഈ നല്ല വചനത്തെ ഓർത്ത് കർത്താവെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തിമോഥെയോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്താൽ ആദരിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ദൈവത്താൽ സ്തോത്രം ബഹുമാനിക്കുന്നവൻ എന്നൊക്കെ ഒരു അർത്ഥമാണ് തിമോഥെയോസ് എന്ന വാക്കിന്റെ അർത്ഥം. നമുക്കറിയാം, പൗലോസിന്റെ നിജപുത്രനാണ് ആര്? സ്തോത്രം. പൗലോസിന്റെ നിജപുത്രനാണ് ആര്? തിമോഥെയോസ്. ഈ തിമോഥെയോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിമോഥെയോസിനെ കുറിച്ച് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 16-ാം അധ്യായം 1-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 16-ാം അധ്യായം 1-ാം വാക്യം. പൗലോസ് എവിടെ വെച്ചാണ് ഈ തിമോഥെയോസിനെ കണ്ടുമുട്ടുന്നത് എന്നുള്ളത് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യം. അവൻ ദർബയിലും അപ്പൊ നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ തുടക്കം തിമോഥെയോസിനെ എങ്ങനെ പൗലോസ് കണ്ടുമുട്ടുന്നു എന്നുള്ളൊരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. 16-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യം വായിച്ചാൽ, അവൻ ദർബയിലും ലൂസ്ത്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോഥെയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ ദർബ, ലുസ്ത്ര എന്ന് പറയുന്ന രണ്ട് ഈ പട്ടണം അടുത്തടുത്ത് കിടക്കുന്ന പട്ടണമാണ്. സ്തോത്രം. ഈ ദർബയിൽ വെച്ചാണ് പൗലോസ് തിമോഥെയോസിനെ കണ്ടുമുട്ടുന്നത്. സ്തോത്രം. അവന്റെ അപ്പനെ കുറിച്ച്, പിതാവിനെ കുറിച്ച് ഒറ്റ വാക്യത്തിൽ മാത്രം കാണുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. സ്തോത്രം. യവനനായിരുന്നു എന്ന് കാണുവാനായി കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഈ തിമോഥെയോസിന്റെ മാതാവിനെ കുറിച്ച് കാണണമെങ്കിൽ നമുക്കറിയാം, 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചാൽ. സ്തോത്രം. ഒന്നെടുത്ത് വായിച്ച്. ലോവീസിലും ഉറച്ചിരിക്കുന്നു. അപ്പോ തന്റെ മാതാവിനെ കുറിച്ചും തന്റെ വല്യപ്പച്ചയെ കുറിച്ച് ഒരു ചെറിയൊരു പാരഗ്രാഫ് അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം. എന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടുകൂടി ആരാധിക്കുന്നു. ദൈവത്തിന് തന്നെ അങ്ങനെ കാണുക. സ്തോത്രം. അപ്പൊ 5-ാം വാക്യത്തിനകത്ത് പറയുന്നു, ആ വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നത് നിന്റെ വല്യമ്മയായ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന്റെ തലമുറയാണ് ആര്? സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ തിമോഥെയോസിന്റെ അമ്മയുടെ പേരെന്താ പറഞ്ഞ? തിമോഥെയോസിന്റെ അമ്മയുടെ പേര് അതിനകത്ത് തന്നെ കാണാം. 5-ാമത്തെ. സ്തോത്രം. അമ്മയുടെ പേര് യുനീക്കയും വല്യമ്മച്ചിയുടെ പേര്
ലൂയിസിലും. സ്തോത്രം. അപ്പോ വല്യമ്മച്ചി ഒരു പ്രാർത്ഥന സ്ത്രീയായിരുന്നു. സ്തോത്രം. കണ്ണുനീരുള്ള സ്ത്രീയായിരുന്നു. അതെന്തിലേക്ക് കൈമാറ്റപ്പെട്ടു? സ്തോത്രം. തന്റെ അമ്മയിലേക്ക് അല്ലെങ്കിൽ തന്റെ തലമുറയിലേക്ക് കൈമാറ്റം. പക്ഷെ അടുത്ത തലമുറ വന്നപ്പോൾ ആ കൈമാറ്റം വീണ്ടും സംഭവിച്ചു. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ, ഈ മെഡിക്കൽ ചെക്കപ്പിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ, എന്തെങ്കിലും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരാദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ ഒരേ രോഗമുണ്ടോ? സ്തോത്രം. അല്ലെങ്കിൽ മാതാക്കൾക്കോ പിതാവിനോ ഈ ഒരു രോഗം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, ആർക്കും വരും, തലമുറകൾക്കും വരും. സ്തോത്രം. അതാണ് മെഡിക്കൽ സയൻസ് കണ്ടുവച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വരാൻ സാധ്യതയുമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ നാം കാണുന്നത് തലമുറയായി കൈമാറി വരുന്നത് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു രോഗത്തിന്റെ കൈമാറ്റത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സ്തോത്രം. ആരായിരുന്നു? നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയിൽ ഞാൻ രാവും പകലും ഇടവിടാതെ നിന്നെ സ്തുതിച്ച് കണ്ണുനീർ ഓർത്തുകൊണ്ട്. അപ്പോൾ പ്രാർത്ഥനയുള്ള ഒരു മാതാവ് ആർക്കുണ്ടായിരുന്നു? തിമോഥെയോസിനുണ്ടായിരുന്നു. കണ്ണുനീരുള്ള ഒരു മാതാവ് ആർക്കുണ്ടായിരുന്നു? തിമോഥെയോസിനുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ തലമുറകൾക്ക് കൈമാറാൻ കോടികളൊന്നും ഇല്ലെങ്കിലും, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ ആത്മീയ നിലവാരവും, ഹല്ലേലൂയ, നമ്മൾ എന്താണോ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്കുന്നത്, അത് നമ്മുടെ തലമുറകളിലേക്കും കൈമാറ്റപ്പെടാൻ ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, നാം ഉത്സാഹിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, വളരെ 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 ഹല്ലേലൂയ, ദേശം അതിന്റെ ഹല്ലേലൂയ എന്തൊക്കെയാണ് നമ്മുടെ ദേശത്ത് സംഭവിക്കുന്നത്, നമ്മുടെ തലമുറകളുടെ ഇടയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് കൈമാറി കൊടുക്കാൻ മറ്റൊന്നുമില്ലെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, നാം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവവുമായിട്ടൊരു ബന്ധം ഉടലെടുക്കുമെങ്കിൽ, ആദ്യം നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു ബന്ധം ഉടലെടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ അത് തലമുറകളുടെ കയ്യിലേക്കും കൈമാറ്റപ്പെടുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഒരു പ്രായം എത്തുന്നിടം വരെ, സ്തോത്രം, കുഞ്ഞുങ്ങളെ ചിലതിനകത്തൊക്കെ നിർബന്ധിക്കേണ്ടി വരും. നീ ഇതൊക്കെ ചെയ്യണം, നീ സ്തോത്രം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം പറഞ്ഞുകൊണ്ട് നീ മാതാപിതാക്കൾ അവരെ നിർബന്ധിക്കും. സ്തോത്രം. അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്ത്, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ ചെറുപ്പത്തിലും ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ അന്ന് നിർബന്ധിച്ചതിന്റെ ഫലം അന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അന്ന് വഴക്ക് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയുന്നില്ല. അന്ന് നമുക്ക് തോന്നും, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ദേഷ്യമോ വെറുപ്പോ, എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഹല്ലേലൂയ, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കരുത് എന്നൊക്കെ പലതും പറഞ്ഞ് നമ്മളെ, സ്തോത്രം, ശാസിക്കുമ്പോൾ, അല്ലെങ്കിൽ പലതും പറഞ്ഞ് നമ്മളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ശാസനയൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് പലപ്പോഴും, സ്തോത്രം, കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും, ഹല്ലേലൂയ, അത്രയൊന്നും ഇഷ്ടം തോന്നത്തില്ല. പലപ്പോഴും ഇഷ്ടക്കേടാണ് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത്. പക്ഷെ അതന്നല്ല തിരിച്ചറിയുന്നത്. നാളുകളിൽ മുന്നോട്ട് പോകുമ്പോൾ, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, എന്തിനായിരുന്നു അന്ന് എന്നെ ശാസിച്ചത്? സ്തോത്രം. എന്തിനായിരുന്നു അന്ന് എന്റെ മാതാവ് എന്നെ അടിച്ചത്? അല്ലെങ്കിൽ എന്തിനായിരുന്നു ആ കാര്യം ചെയ്ത് എഴുതെന്ന് പറഞ്ഞത്? സ്തോത്രം. അത് പിൻകാലത്ത് അത്, സ്തോത്രം, മനസ്സിലാക്കുവാനിടയായി. ഹല്ലേലൂയ. നമ്മള് ചെറുപ്പകാലത്തൊക്കെ നമുക്കറിയാം, സ്തോത്രം, നമ്മളൊക്കെ പ്രാർത്ഥനയിൽ കൂട്ടായ്മയ്ക്കൊന്നും പോകാൻ നമുക്ക് അത്രയൊന്നും ആഗ്രഹമൊന്നുമില്ല, അത്രയൊന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സ്തോത്രം. ഒരു ചെറിയ സാധ്യത കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. സ്തോത്രം. എല്ലാവരും അങ്ങനെ. സ്തോത്രം. ഒരു പ്രായം വരുന്നിടം വരെ, അല്ലെങ്കിൽ കർത്താവുമായിട്ട് ഉള്ള ബന്ധത്തിലേക്ക് എത്തുന്നിടം വരെ നമ്മുടെ വീട്ടിൽ എത്രയൊക്കെ വലിയ എക്സാം ഉണ്ടെങ്കിലും, എത്രയൊക്കെ വലിയ പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് ചെയ്തില്ല? വീട്ടിൽ ഇരുത്തില്ല. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് പോകണം, പ്രാർത്ഥനയ്ക്ക് വിളിച്ചോണ്ട് പോകും. ഉപവാസമാണോ? ഉപവാസത്തിന് വിളിച്ചോണ്ട് പോകും. സ്തോത്രം. പോകാൻ അത്ര ഇഷ്ടമോ
താല്പര്യമോ ഒന്നുമില്ല. പക്ഷെ കൂടെ പോയതിന്റെ ഫലം ഇന്നാ തിരിച്ചറിയും. കർത്താവിനെ സ്തുതിച്ച് അങ്ങനെ ഹല്ലേലൂയ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു മാതാക്കളുള്ളത് നമ്മുടെ നന്മയ്ക്ക്. നമ്മളെ ശാസിക്കുന്ന, നമ്മളെ തിരുത്തുന്ന ഹല്ലേലൂയ നമ്മളെ തിരുത്തുന്ന മാതാപിതാക്കൾ നമുക്കുള്ളത് നമ്മുടെ നന്മയ്ക്കായിട്ട്. അതുപോലെ തന്നെ തലമുറകളോടും ഹല്ലേലൂയ ചിലതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? ഹല്ലേലൂയ അവരെ ശാസന കൊടുക്കേണ്ടടുത്ത് ശാസന കൊടുക്കണം, അവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. സ്തോത്രം. എപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് അവരെ ഉത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഹല്ലേലൂയ നാളെ ഒരു ദിവസം ഹല്ലേലൂയ നമ്മൾ ആരും ഇല്ലാത്തിടത്ത ഒരു സമയം ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആരും ഇല്ലാത്ത ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് എത്താത്തിടത്ത ഇടത്തേക്ക് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കാതെ, നമ്മൾ ആരും പ്രേരിപ്പിക്കാതെ, നമ്മൾ ആരും നിർബന്ധിക്കാതെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തെ തിരിയും, അവർ സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ ദൈവത്തിന്റെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് അവർ കയറാൻ തുടങ്ങും. സ്തോത്രം. അപ്പോൾ ഇവിടെ തിമോഥെയോസിന് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവ്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് തന്റെ ജീവിതത്തിൽ ലഭിച്ചു എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ തന്റെ മാതാവ് ഒരു പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഒരു മാതാവായതുകൊണ്ട് സ്തോത്രം തന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നഷ്ടങ്ങളല്ല സംഭവിച്ചത്, തന്റെ ജീവിതത്തിൽ പരാജയമല്ല സംഭവിച്ചത്, തന്റെ ജീവിതത്തിൽ എല്ലാം ഹല്ലേലൂയ തിന്മയ്ക്കായിട്ടല്ല മാറിയത്. സ്തോത്രം. ഹല്ലേലൂയ തിമോഥെയോസിനെ ദൈവം ഹല്ലേലൂയ അടുത്ത തലമുറയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിമോഥെയോസിനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന മാതാവ് ഇന്ന് പകൽ ഈ ഹല്ലേലൂയ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന പിതാവേ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നവരാണോ നിങ്ങൾ? ഹല്ലേലൂയ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരാണോ നിങ്ങൾ? ഇന്ന് പകൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒന്ന് വിളിച്ചു പറയാം, നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടാവുമെങ്കിൽ ആ തലമുറ നശിക്കത്തില്ല, ആ തലമുറ നഷ്ടമാകത്തില്ല, ആ തലമുറ പരാജയമാകത്തില്ല. അപ്പോൾ തിമോഥെയോസിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് തന്റെ മാതാവായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുനീരുള്ള ഒരു മാതാവ് ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളെ നാം തലമുറകൾക്ക് വേണ്ടി കരയണം. യേശു കർത്താവ് പറഞ്ഞൊരു വാക്കാ, യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരയണം. കരയണമെന്ന് കർത്താവ് പറഞ്ഞാൽ നാം കരയണം. സ്തോത്രം. പ്രാർത്ഥനാ മുറിയിൽ തലമുറകൾക്ക് വേണ്ടി നാം വിടുവിൽ നിൽക്കണം. മറ്റുള്ള തലമുറകൾ നശിച്ചു പോകുന്ന തലമുറകളെ കാണുമ്പോൾ ഹല്ലേലൂയ എന്റെ കുഞ്ഞങ്ങനെ ചെയ്യത്തില്ല, അവൻ മിടുക്കനാണെന്ന് പറഞ്ഞ് നാം മാറിപ്പോകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം ഇടവിൽ നിൽക്കണം. ഹല്ലേലൂയ. അവരെ ആത്മീയ ബന്ധത്തിനകത്തേക്ക് കയറുന്നിടം വരെ എന്ത് ചെയ്യണം? നാം അവരെ ചേർത്ത് പിടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 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 ശത്രു ദൃഷ്ടി വെക്കാതെ, ദുഷ്ട ദൃഷ്ടി വെക്കാതെ എന്ത് ചെയ്യണം? സ്തോത്രം. നാം പ്രാർത്ഥനയുടെ കവറിങ്ങിനകത്തേക്ക് ഇവരെ കയറ്റണം. ദൈവങ്ങളെ നാം വലിയ ഹല്ലേലൂയ നന്മകൾ അവർക്ക് കൈമാറ്റം ചെയ്തില്ലെങ്കിലും, ഹല്ലേലൂയ വലിയ വലിയ നന്മകൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒന്ന് നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ അവരുടെ ജീവിതത്തിൽ കൊടുത്തേക്കണം, അത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സ്തോത്രം ഹല്ലേലൂയ എന്റെ മിക്കവാറും എന്റെ മെസ്സേജിനകത്ത് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. കാരണം ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞാൻ. ഹല്ലേലൂയ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നവർ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മറുപടിയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിന്റെ ഹല്ലേലൂയ സ്തോത്രം ആവശ്യകത വ്യക്തമായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എഴുന്നേറ്റാൽ ഒരു മേഖലകൾ നിങ്ങൾ തളർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആ പ്രാർത്ഥനാ ജീവിതമില്ലാത്തവർ ഇതുപോലെ ഉത്സാഹിക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കുഞ്ഞേ ദിവസങ്ങൾ ഇടിവിൽ നിന്നോ. ഹല്ലേലൂയ. ഞാൻ ഉറപ്പോടെ പറയാം, തലമുറകൾ നശിക്കത്തില്ല. ഹല്ലേലൂയ. 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 അപ്പോൾ നോക്കിക്കേ തിമോഥെയോസ് സ്തോത്രം ഹല്ലേലൂയ
കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് തന്റെ ജീവിതത്തിനകത്തുണ്ട്. സ്തോത്രം. രണ്ടാമതായി കാണുന്നു, ഞാൻ പൂർവികന്മാരുടെ ദൃഷ്ടാന്തം നിമിത്തം. സ്തോത്രം. ഹല്ലേലൂയ. പൂർവികന്മാരുടെ ദൃഷ്ടാന്തം നിമിത്തം. ഹല്ലേലൂയ. നിർവ്യാജ വിശ്വാസം തന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന സ്വഭാവത്തെ കുറിച്ചാണ് ഹല്ലേലൂയ കാണുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്തുന്നുണ്ട്. അടുത്തതായിട്ട് കാണുന്ന നാം ഇപ്പോൾ വായിച്ചത്, സ്തോത്രം, നിന്റെ അകത്തുന്നുണ്ട് ഒരു കൃപാവരമുണ്ട്. ഹല്ലേലൂയ. നാം ഇപ്പോ സ്തോത്രം 1:18 വായിച്ചാട്ടോ. 1 തിമോഥെയോസ്. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 1:18 വായിച്ചാട്ടെ. മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ ചെയ്യുന്നു, നിന്നെ ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? നല്ല വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് യുക്ത സേവ ചെയ്യുക. രണ്ട് കാര്യമാണ് സ്തോത്രം പൗലോസ് ഇവിടെ ഹല്ലേലൂയ എടുത്തു കാട്ടുന്നത്. ഒന്ന്, സ്തോത്രം, പ്രവചനം. ഹല്ലേലൂയ. രണ്ട്, യുക്ത സേവ ചെയ്യണം. ഹല്ലേലൂയ. നിന്റെ മേൽ എന്തുണ്ട്? ഹല്ലേലൂയ. പ്രവചനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് എന്തുണ്ട്? വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ഒരുപാടുള്ളവനാണ് തിമോഥെയോസ്. പക്ഷേ ഹല്ലേലൂയ അടുത്ത വാക്കിനകത്ത് പറയുന്നു, തിമോഥെയോസേ, ഈ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നിറവേറപ്പെടണമെങ്കിൽ നീ കയ്യെ കെട്ടിയിരുന്നാൽ പറ്റത്തില്ല, നീ മൗനമായിരുന്നാൽ പറ്റത്തില്ല, നീ പോർക്കളത്തിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? നീ ഒരു ഹല്ലേലൂയ പടയാളിയായി മാറണം. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നിന്റെ ജീവിതത്തിലേക്ക് നിവർത്തീകരിക്കപ്പെടാതിരിക്കാൻ ഒരു കൂട്ടം ശത്രു, ഒരു കൂട്ടം ഹല്ലേലൂയ ശത്രു സൈന്യം നിന്റെ പുറകിലുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞ് നീ യുദ്ധത്തിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന പടയാളികളെ കുറിച്ചുള്ള പ്രത്യേകതകൾ എന്താണെന്ന്. ഹല്ലേലൂയ. അവരെന്തെയും ഹല്ലേലൂയ അവർക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പിന്നിലുള്ളത് അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ കുറിച്ചോ അല്ലെങ്കിൽ തന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്, എങ്ങനെയെങ്കിലും ശത്രു സൈന്യത്തെ പരാജയപ്പെടണം. നമുക്കറിയാം ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധസ്തുതികളെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ തന്നെ നാം അത്രയൊന്നും സുരക്ഷിതരൊന്നുമല്ല. ഹല്ലേലൂയ. സുരക്ഷിതരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തെല്ലാം സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നാം ചിന്തിക്കുന്നത് നാം സുരക്ഷിത വലയത്തിനകത്താണ്, അല്ലെങ്കിൽ ഈ രാജ്യം വിദേശം നാം ആയിരിക്കുന്ന ഇടം ഒക്കെ എന്താ സുരക്ഷിതമാണെന്ന് കരുതിയ നാം ഇരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ ഒരു നിമിഷം മതി എല്ലാം മാറി മറിയാൻ. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാൻ ഒരു നിമിഷം മതി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, തിമോഥെയോസേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. പ്രവചനം കേൾക്കാത്ത ആരുണ്ട്? സ്തോത്രം. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുമ്പോ ഒരുപാട് പ്രവാചകന്മാർ കയറി ഇറങ്ങി പോകുന്ന സമയം സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. നമ്മുടെ ചർച്ചിനകത്തും ഒരുപാട് പ്രവാചകന്മാരുണ്ട്. നമ്മൾ ഒന്ന് ചെറുപ്പം മുതൽ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ എത്ര പ്രവചനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഈ ഡേറ്റും സമയവും സ്ഥലവും ഒക്കെ പറഞ്ഞ് പ്രവചിച്ച എത്ര പ്രവചനങ്ങളുണ്ട്. സ്തോത്രം. നമ്മുടെ ഭാവിയെ കുറിച്ച് സ്തോത്രം നമ്മൾ കേട്ട പ്രവചനങ്ങളൊക്കെ നിവർത്തീകരിച്ചിരുന്നെങ്കിൽ ഇന്നെന്ത് ചെയ്യത്തില്ല, നാം ഇവിടെ ഇരിക്കേണ്ടി വരുന്നത്. സ്തോത്രം. നാം എവിടെയൊക്കെയോ അമേരിക്കയിലോ UK-യിലോ ഇംഗ്ലണ്ടിലോ സ്തോത്രം മഞ്ഞ് പെയ്യുന്ന രാജ്യത്തും പെയ്യാത്ത രാജ്യത്തും ഒക്കെ ഇരിക്കേണ്ടവർ. സ്തോത്രം. അപ്പോ പ്രവചനങ്ങൾ എന്ത് കിട്ടാനിട്ടല്ല, പ്രവചനങ്ങൾ ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ നാം ഇന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം, ഈ പ്രവചനങ്ങൾ കേട്ടതൊക്കെ എത്ര പേരുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെട്ടു. ഈ കേട്ട പ്രവചനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ നമ്മളെ കുറിച്ച്, നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ നാളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒക്കെ കേട്ട പ്രവചനങ്ങൾ ഒരുപാട്
പ്രവചനം കേട്ടവരല്ലേ? സ്തോത്രം. എല്ലാവരും ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നി ഇതുവരെ ജീവിതത്തിൽ പ്രവചനം കേൾക്കാത്തവരായിട്ടായിരിക്കും. സ്തോത്രം. ഞാനിന്ന് പുതിയ പ്രവചന ശബ്ദങ്ങൾ നിങ്ങളോട് കൈമാറേണ്ടി വരും മിക്കവാറും പോയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്താണ് തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുക? തിമോഥെയോസേ, നീ എന്ത് ചെയ്യും? പ്രവചനങ്ങൾ കേൾക്കാനിട്ടല്ല, പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നിന്റെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ നീ വെറുതെ ഇരുന്നാൽ ഇത് ജീവിതത്തിലേക്ക് വെറുതെ ഇരുന്നാൽ ഇത് നിവർത്തീകരിക്കപ്പെടത്തില്ല. എന്ത് ചെയ്യണം? നാം യുദ്ധസേവ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു പടക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പടയാളിയെ സംബന്ധിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഏറ്റവും പ്രധാനമായി വേണ്ടത് അവരുടെ ജീവിതത്തിനകത്ത് ഒരു ഡിസിപ്ലിനും ഒരു പ്രിപ്പറേഷനും ഒക്കെ വേണം. സ്തോത്രം. എപ്പോഴും നാം കരുതിയിരിക്കണം. ഹല്ലേലൂയ. പടയാളിയോട്, അല്ലെങ്കിൽ നല്ലൊരു പടയാളിയോട് തന്റെ മുദീർ പറയുന്നത്, അല്ലെങ്കിൽ കമാൻഡർ പറയുന്നത്, എപ്പോഴും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ഏത് നിമിഷവും ശത്രു സൈന്യം വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഏത് നിമിഷവും ഹല്ലേലൂയ ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ അവർ കയറി ആക്രമിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. നീ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? ഒരുക്കത്തോടായിരിക്കണം. സ്തോത്രം. ഏത് നിമിഷവും യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവനാണ് ഒരു നല്ലൊരു പടയാളി എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ ഒരു സ്തോത്രം പ്രിപ്പറേഷൻ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്കൊരു വൈരി ഉണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു ശത്രുവുണ്ട്. അത് ജഡീയ രക്തങ്ങളോ ജഡരക്തങ്ങളല്ല, നമ്മുടെ കൂടിയിരിക്കുന്ന വ്യക്തികളോ, ഹല്ലേലൂയ, നമ്മുടെ ബോസോ മറ്റാരുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആരാ ശത്രു? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശത്രു അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് പോരാടുന്ന, ഹല്ലേലൂയ, ദുഷ്ടനായ പൈശാചിക മണ്ഡലത്തോടെ നമുക്ക് യുദ്ധമുള്ളത്. സ്തോത്രം. അവൻ മാറി എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം വീണു പോകും. ഹല്ലേലൂയ. പലരെയും അവൻ വീഴ്ത്തിയിട്ടുണ്ട്. സ്തോത്രം. പലരും എങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയത്? ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന് എത്രയോ പേരുണ്ടായിരുന്നു. സ്തോത്രം. എത്രയോ ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ എങ്ങനെ വീണുപോയത്? സ്തോത്രം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ വീഴ്ച സംഭവിച്ചപ്പോൾ, എവിടെയൊക്കെയോ ഹല്ലേലൂയ ഒരു ഗ്യാപ്പ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥനയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നതിനകത്തൂടെ അവൻ ഹല്ലേലൂയ അകത്ത് കയറി വീഴ്ത്തി കളഞ്ഞു. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, നാം എപ്പോഴും അലർട്ടായി നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു വൈരിയുണ്ട്, ഒരു ശത്രുവുണ്ട്. അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ലോകത്തെങ്ങോടും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിൽക്കുന്നത് നമ്മുടെ കൃപയല്ല. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല. എന്റെ കർത്താവേ, അങ്ങ് നിർത്തിയതാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഓരോ ദിവസവും നെടുമ്പാട് വീണ് നാം ദൈവസന്നിധിയിൽ നിൽക്കണം. കർത്താവേ, എന്റെ ബലം കൊണ്ട് എനിക്ക് പറ്റത്തില്ല, എന്റെ കഴിവുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. അങ്ങയുടെ കൃപയും സാന്നിധ്യവും എന്റെ ജീവിതത്തിൽ അധികമായിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിതിനെ ജയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് നാം എപ്പോഴും ദൈവത്തോട് ആ സാന്നിധ്യത്തെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, മറിയ, സ്തോത്രം, മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് വചനം പറയുന്നത്, അവൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ത് ചെയ്തു? യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഇറങ്ങി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് കാണുന്നു. ഹല്ലേലൂയ. ഒട്ടുമിക്ക എല്ലാ സുവിശേഷത്തിനകത്തും അത് കാണുന്നു. സ്തോത്രം. ഇരുട്ടുള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ ആരെ കാണണമെന്നുള്ള ആഗ്രഹമായിട്ട് ഇറങ്ങിയത്? ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയ ഹല്ലേലൂയ ആരെ കാണാൻ വേണ്ടി ഇറങ്ങിയത്? യേശുവിനെ കാണാൻ വേണ്ടി ഇറങ്ങി. സ്തോത്രം. അവിടെ കാണുന്ന സമയം എന്ന് പറയുന്നത് ഹല്ലേലൂയ വെളുപ്പിനെ, സ്തോത്രം, ഇരുട്ടുള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ യേശുവിനെ കാണുവാൻ വേണ്ടി ഇറങ്ങി. എത്രത്തോളം ആവേശമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്ന ആ പ്രിപ്പറേഷൻ ഏകദേശം 2 ദിവസം എടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. സുഗന്ധവർഗവുമായിട്ട് യേശുവിനെ കാണുവാനായിട്ട് പോവുകയാണ്. സ്തോത്രം. 2 ദിവസം എടുത്തു. അപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്ന ആ പ്രിപ്പറേഷൻ, എത്രത്തോളം ഉണ്ടായിരുന്ന വാഞ്ച, എത്രത്തോളം ഉണ്ടായിരുന്ന ആഗ്രഹം. ഹല്ലേലൂയ. വാഞ്ചയോടെ, ആഗ്രഹത്തോടെ തന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയില്ല. സ്തോത്രം. വഴി നോക്കിയില്ല, എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന്.
ഈ മണി ആദ്യം ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ ദൈവങ്ങളെ, സ്തോത്രം, യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ എത്ര പേർ വിടുവിക്കപ്പെട്ടു? ഹല്ലേലൂയ. എത്ര പേർ യേശു കർത്താവിന്റെ കൈകൊണ്ട് വിടുവിക്കപ്പെട്ടു? ഹല്ലേലൂയ. തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ബന്ധനങ്ങളെ കഴിഞ്ഞ് സ്തോത്രം പുതിയൊരു ജീവിതം യേശു കർത്താവ് മുഖാന്തരം കൊടുത്തു. പക്ഷെ ഈ വ്യക്തികൾക്കൊന്നും കൊടുക്കാത്ത, അല്ലെങ്കിൽ ഈ വ്യക്തികൾക്കൊന്നും കിട്ടാത്ത ഒരു വെളിപ്പാട് ആർക്ക് കിട്ടി? സ്തോത്രം, മറിയയ്ക്ക് കിട്ടി. സ്തോത്രം, അത് കിട്ടിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടുന്നേ. മർക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 9-ാം വാക്യം. നോക്കിയേ, ആർക്കാദ്യം പ്രത്യക്ഷനായി? സ്തോത്രം, ഹല്ലേലൂയ. ഇവളും ഒരു ബന്ധനത്തിൽ കിടന്ന വ്യക്തിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ മഗ്ദലക്കാരത്തി മറിയയും ഒരു ബന്ധനത്തിൽ കിടന്ന വ്യക്തിയാണ്. സ്തോത്രം, അവിടെ കടന്നു 7 ഭൂതങ്ങൾ തന്റെ ഹല്ലേലൂയ ജീവിതത്തിനകത്തുണ്ടായി, തന്റെ ശരീരത്തിലുണ്ടായി 7 ഭൂതങ്ങൾ. അപ്പോൾ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്ന വിടുവിക്കപ്പെട്ട വ്യക്തിയാണ്. സ്തോത്രം. പക്ഷേ ആദ്യം ഇറങ്ങാൻ തയ്യാറായ ഈ മഗ്ദലക്കാരത്തി മറിയ, സ്തോത്രം, തന്റെ കൂടെ ആരുടെ നോക്കിയില്ല, ആരൊക്കെ തന്റെ കൂടെ ഉള്ള നോക്കിയില്ല, അതൊന്നും നോക്കാതെ ഇരുട്ടുള്ളപ്പോൾ തന്നെ, സ്തോത്രം, നമുക്കറിയാം ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4-4:30 ആയിക്കാണ് വെളുപ്പിന്. ഹല്ലേലൂയ. വെളുപ്പിനെ ഒരു സ്ത്രീ ഒറ്റയ്ക്കിറങ്ങി, ഹല്ലേലൂയ, ഇത്ര വലിയ ദൂരം പോകണമെങ്കിൽ, സ്തോത്രം, നടന്നു പോകണമെങ്കിൽ വണ്ടിയിലോ കാറിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ എത്രത്തോളം നടന്നാ പോകുന്നത്? സ്തോത്രം, ഇത്രത്തോളം നടന്നു ഓടിയുമായിരിക്കും പോകുന്നത്. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ ആ ഹൃദയത്തിനകത്ത് കർത്താവിനെ കാണണമെന്ന് എത്രത്തോളം വാഞ്ചയും ആഗ്രഹമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമേ, നാം ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് അകത്തളങ്ങളിൽ വെമ്പുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം സഭായോഗത്തിന് വന്നു. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഇന്നലെ രാത്രിയിൽ ദീർഘസമയം പ്രാർത്ഥന മുറിക്കകത്ത്, കർത്താവേ, ഈ സഭായോഗത്തിനകത്ത് എന്നോട് ഇടപെടണമേ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാകണമേ എന്ന് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, വെറുതെ നാം ഇവിടെ നിന്ന് ഹല്ലേലൂയ സാന്നിധ്യം പറയണമേ, എന്നോട് ഇടപെടണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നാം മുന്നമേ ഇതിനു മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകണം. തലേദിവസം രാത്രിയിലെ നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മുട്ടുമേലിൽ ദൈവത്തോട് പറയണം, കർത്താവേ, നാളത്തെ പകൽ എന്നോട് ഇടപെടുന്ന സമയമായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിനകത്ത് ആദ്യം ഓടാൻ തയ്യാറായപ്പോൾ, ആദ്യം കർത്താവിനെ കാണണമെന്ന് ആഗ്രഹത്തോടെ ഇറങ്ങാൻ തയ്യാറായതുകൊണ്ട് യേശു കർത്താവ് ആദ്യം പ്രത്യക്ഷനായത് ഈ വാഞ്ചയുള്ളവരുടെ ഭവനത്തിനകത്തേക്കാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു ദൂത് ഇന്ന് പകൽ ഞാൻ കൈമാറട്ടെ. ഹല്ലേലൂയ. ഒരാഗ്രഹവും ഇല്ലാത്തവന്റെ അടുത്തേക്ക് ദൈവ സാന്നിധ്യം വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ആഗ്രഹവും വാഞ്ചയും ഹല്ലേലൂയ ആർത്തിയും ഇല്ലാത്തവന്റെ അടുത്തേക്ക് ഒരിക്കലും ദൈവം ഇറങ്ങത്തില്ല. അവന്റെ കുടുംബത്തിനകത്തേക്ക് ദൈവം ഇറങ്ങത്തില്ല, അവന്റെ ജീവിതത്തിനകത്തേക്ക് ദൈവം ഇറങ്ങത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ ഇന്ന് വിളിച്ചു പറയാം, ആഗ്രഹത്തോടെ ഇരിക്കുന്നവരെ ദൈവം തൊടും. ഓ ഹല്ലേലൂയ. വാഞ്ചയോടെ ഇരിക്കുന്നവരെ ദൈവം സ്പർശിക്കും. അവന്റെ ജീവിതത്തോട് ദൈവം ഇടപെടും. അവന്റെ ജീവിതത്തിനകത്ത് പോകുന്ന
എന്നെ സഹായിപ്പാൻ അവൻ ഇറങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ അത് സാധ്യമാണ്. മനുഷ്യർക്കൊക്കെ സഹായിക്കാൻ ഒരു പരിധിയുണ്ട്. അവർക്കെല്ലാം ഒരു പരിധിയുണ്ട്. അവരെല്ലാം ഒരു ബൗണ്ടറി ലൈൻ. അത് ആരുടെ കുഴപ്പമല്ല. പക്ഷേ അത് അവരുടെ സാഹചര്യം. ഒരു പക്ഷെ സഹായിക്കണമെന്നും അല്ലെങ്കിൽ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുതിലൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ പരിധിയില്ലാതെ പ്രവർത്തിക്കാൻ ഒരുവനെ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ മറിയുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചത് സാധാരണ വ്യക്തി ജീവിതങ്ങൾക്കകത്തുള്ളത് പോലെ ആയിരുന്നില്ല. അവൾ മുന്നമേ ഒരുങ്ങി. മുന്നമേ അവളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് യേശുവെ കാണണം, എനിക്ക് യേശു കർത്താവിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് യേശു കർത്താവിന്റെ മാധുര്യമേറിയ ശബ്ദം കേൾക്കണം, ആ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണമെന്ന് വാഞ്ചയോടെ വന്ന ആ ഹൃദയം കണ്ടിട്ട് ഹല്ലേലൂയ. എത്ര പേരുണ്ടായിരുന്നു കർത്താവിന്റെ ശിഷ്യന്മാര്? ഹല്ലേലൂയ. ആദ്യം ഇറങ്ങി ഓടിയെത്തിയ ശിഷ്യന്മാർ വേറെ. പക്ഷെ അവരെ ഒന്നും അടുത്തെത്താതെ കർത്താവ് നേരെ സ്തോത്രം ഹല്ലേലൂയ മക്കളെത്തി മറിയയുടെ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ആദ്യത്തേതു പ്രത്യക്ഷനാണ്. സ്തോത്രം. ഇവകളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോ നാം പ്രാർത്ഥനയോടെ വരണം. ഹല്ലേലൂയ. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് ആ ദൈവിക വെളിപ്പാടും മർമ്മവും വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം. യോഹന്നാന് മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യേശു കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് യോഹന്നാൻ ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ യോഹന്നാൻ യേശു കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ മറ്റാരും എഴുതാത്ത പല കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും? അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ഈ യോഹന്നാൻ ഈ സ്തോത്രം ഹല്ലേലൂയ ക്രൂശിന്റെ അടുത്തുണ്ടായിരുന്നു, ക്രൂശിനോട് ചേർന്നിട്ടുണ്ടായിരുന്നു. യേശു കർത്താവിനെ അടിക്കുന്ന അടിയും ഹല്ലേലൂയ പറയുന്ന വാക്കുകളും കർത്താവിലേക്ക് ഏൽപ്പിക്കുന്നതും എല്ലാം കണ്ട് ദൃക്സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളായിരുന്നു യോഹന്നാൻ. സ്തോത്രം. അപ്പോ ക്രൂശിന്റെ അടുത്ത് നിൽക്കുന്നവർക്ക് വ്യത്യസ്തമായ വെളിപ്പാടുകൾ ദൈവാത്മാവ് കൈമാറും. ഹല്ലേലൂയ. മാറി നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ എന്തില്ല സ്തോത്രം ഇതൊക്കെ അല്ലെങ്കിൽ നാം കൈയടിക്കുന്നതും പാട്ട് പാടുന്നതും അന്യഭാഷ പറയുന്നതും ആത്മാവിൽ തുള്ളുന്നതും ചാടുന്നതും സ്തോത്രം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? ഇതൊരു സ്തോത്രം ഹല്ലേലൂയ. ഇത് അവർക്ക് കളിയാക്കാനും ഹല്ലേലൂയ അവർക്ക് എന്ത് ചെയ്യാനും പറയാനും ഒക്കെ ഒരു കാരണം. സ്തോത്രം ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു നടക്കാനും അല്ലെങ്കിൽ അവർക്ക് കളിയാക്കാനും ഒക്കെ ഒരു കാരണമാണ് ഈ ക്രൂശിനകത്തുനിന്ന് മാറി അല്ലെങ്കിൽ നിൽക്കുന്നവർ. പക്ഷെ ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്നവൻ അല്ലെങ്കിൽ ആരാധനയ്ക്കകത്ത് കയറി നിൽക്കുന്നവനെ ഈ ആരാധിക്കുന്നവന്റെ മാധുര്യം അല്ലെങ്കിൽ ആരാധിക്കുന്നതിന്റെ മാധുര്യം അറിയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ക്രൂശിനോട് ചേർന്ന് നിന്നോണം. ഹല്ലേലൂയ. ഈ ചേർന്ന് നിന്നതിന്റെ നിന്നതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മുഖാന്തരമായി യോഹന്നാന് ലഭിച്ചത് മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യോഹന്നാന് വെളിപ്പാടുകൾ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിറച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ നമ്മളിൽ ഹല്ലേലൂയ
വ്യത്യസ്തമായ വെളിപ്പാടുകൾ നമ്മൾ അകത്ത് കയറണമെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്നത് പോലെയല്ല, എല്ലാവരും സംസാരിക്കുന്നത് പോലെയല്ല. നമുക്കറിയാം, ലോകക്കാരെല്ലാം നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട്, നമ്മളെക്കാൾ നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്, നല്ലതായിട്ട് സഹായിക്കുന്നവരുണ്ട്. പക്ഷേ ആ ദൈവസ്നേഹത്തിലേക്ക് നാം അടുത്തു വരണമെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ ജീവിതത്തിനും ആകമാനം ഒരു മാറ്റം വരണമെങ്കിൽ, എനിക്കൊരു കർത്താവുണ്ടെന്നുള്ള ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണമെങ്കിൽ, പ്രതിസന്ധിയുടെ മുഖത്ത് പതറാതെ കരുത്തോടെ അതിന്റെ മുഖത്ത് നിൽക്കണമെങ്കിൽ ഈ ക്രൂശിനോട് ചേർന്നിരിക്കണം. നോക്കിയേ, ഈ പ്രതിസന്ധി വന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെ ആത്മഹത്യ ചെയ്തു. അവരൊക്കെ തകർന്നുപോയി. അവരുടെ കുടുംബങ്ങൾ എന്ത് ചെയ്തു? തകർന്നു. അവരുടെ തലമുറകൾ നശിച്ചു. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ മുങ്ങി താഴുമോ എന്ന് നാം പ്രതീക്ഷിച്ചു. പക്ഷേ അത് സംഭവിക്കാതെ ഉടയവന്റെ കരം നമ്മളെ താങ്ങിയതുകൊണ്ട് ഇന്നും ജയോത്സവകരമായി ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ നാം ആയിരിക്കുന്നത് എവിടെയാണ്? ഒരു പോർക്കളത്തിലാണ്, ഒരു യുദ്ധക്കളത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന് ഈ പകൽക്കാലം നാം മറന്നു പോകരുത്. യുദ്ധത്തിന് വേണ്ടി ഒന്നാമതായിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം? ഒരു ഡിസിപ്ലിൻ തന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. സമയം മുന്നോട്ട് പോകുന്നല്ലോ. അപ്പോൾ ഈ മക്കളെക്കാലത്തി ഓടിയത് വെറുതെ ആയില്ല. തന്റെ ജീവിതത്തിനകത്ത് ആഗ്രഹത്തോടെ വന്നപ്പോൾ ദൈവം ഇറങ്ങുവാനായി തുടങ്ങി. അപ്പോൾ തിമോഥെയോസിന്റെ ജീവിതത്തിനകത്ത് പൗലോസ് പറയുകയാണ്, തിമോഥെയോസേ, നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. പക്ഷേ നീ ഇങ്ങനെ തന്നെ ഇരുന്നാൽ ഇതൊക്കെ കേട്ടു മടങ്ങാമെന്നല്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നീ കേൾക്കും, കേൾക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശത്രുത അപഹരിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ എവിടെയൊക്കെയോ തടയപ്പെട്ട് കിടക്കും. പക്ഷെ ഞാൻ ഒന്നും പറയാം ദൈവങ്ങളെ, ഒരു പ്രവചന ശബ്ദം പോലും കേട്ടില്ലെങ്കിലും, ഒരാൾ പോലും നമ്മളോട് ദൂത് കൈമാറിയില്ലെങ്കിലും, നാം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആത്മാവിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു ദൂത് പോലും കേൾക്കണ്ട, ഒരാൾ പോലും നമ്മുടെ തലയിൽ കൈവച്ച് ദൂത് പറയണ്ട. എത്തിക്കാമെന്ന് പറഞ്ഞിടത്തേക്കാൾ അപ്പുറമായിട്ടുള്ള മേഖലകളിൽ എത്തിക്കാൻ എന്റെ ദൈവം കരുതി. വിശ്വസിക്കുന്നു ദൈവമക്കളെ, വിശ്വസിക്കുന്നു. 1000 ദൂതുകൾ കേട്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? ഒരു ദൂത് പോലും കേട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും ദൈവിക കരുതലുകൾ അനുഭവിക്കുന്നത്. അവന്റെ മഹത്വം, അവന്റെ തേജസ്, അവന്റെ തേജസ് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ എത്ര പേർ കൊതിയോടെ ഇന്ന് പകൽക്കാലമായിരിക്കുന്നു. അപ്പോൾ തിമോഥെയോസിനോട് പറയുന്നു, തിമോഥെയോസേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്, പ്രവചന ശബ്ദങ്ങളുണ്ട്. പക്ഷേ ഇത് നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? നീ യുദ്ധ സേവ ചെയ്യണം. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്താൽ പോരാ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ദൈവത്തിന് എന്താണോ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം എന്താണോ, ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നാം ചെയ്തെടുക്കാൻ തയ്യാറാകുമെങ്കിൽ നാം ഓരോ ദിവസവും ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത് നാം കാണും. പൗലോസ് തിമോഥെയോസിനോട് പറയാം, തിമോഥെയോസേ, നീ ഒരു സാധാരണ മനുഷ്യനാണ്. സത്യം, നീ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നീ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഈ സാധാരണ മനുഷ്യനായിട്ട് നീ ഇരുന്നാൽ നിനക്ക് ഈ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തില്ല. നീ ഒരു പടയാളിയായി മാറും. നീ ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ഉറപ്പോടെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ
യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ഏറ്റവും വലിയ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചാൽ ഹല്ലേലൂയ. അപ്പോ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അറിയാം? സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദൈവവചനത്തെ കുറിച്ച് യോഹന്നാൻ എഴുതിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് പറയുന്ന പ്രവചന ശബ്ദങ്ങൾ മാത്രമല്ല, ഈ ബൈബിളിനകത്ത്, ഈ സത്യവേദ പുസ്തകത്തിനകത്ത് നിറച്ചും നമ്മളോടുള്ള പ്രവചന ശബ്ദങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. വചനം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരണം. ഒരു ദിവസം രാവിലെ എണീറ്റ് ബൈബിൾ തുറന്ന് വായിക്കുന്ന വചനം നമ്മളോടുള്ള പ്രവചന ശബ്ദമാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആ വാക്ക് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഏറ്റെടുക്കുക. അത് നാം ഉരുവിടണം. സ്തോത്രം. ഹല്ലേലൂയ. ജീവിത സാഹചര്യത്തിനകത്ത് ഒരു പ്രശ്നം കയറി വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിനകത്ത് ഒരു ബുദ്ധിമുട്ട് കയറി വരുമ്പോൾ, ഒരു കടഭാരം കയറി വരുമ്പോൾ, ഹല്ലേലൂയ, ഭൗതിക മേഖലകളിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ബുദ്ധിമുട്ട് കയറി വരുമ്പോൾ പറയണം, സ്തോത്രം, എന്റെ ദൈവമോ തന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്റെ മഹത്വത്തോടെ, ഹല്ലേലൂയ, തന്റെ തനത്തിനൊത്ത പ്രവൃത്തിയാലെ തീർത്തു തരുന്ന ദൈവമാണെന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ, ഹല്ലേലൂയ, വചനം പറഞ്ഞ് നാം അതിനെ ജയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, എപ്പോഴൊക്കെ വചനം തുറന്ന് നാം വായിക്കുമോ അല്ലെങ്കിൽ ധ്യാനിക്കുമോ, അപ്പോഴൊക്കെ ആ വചനത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്കറിയാം, ഏറ്റവും, ഹല്ലേലൂയ, എത്രയും വായിച്ചാലും മടുക്കാൻ കഴിയാത്ത ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ, അത് ബൈബിളാണ്. ബാക്കി എന്ത് വായിച്ചാലും, ബാലരമ വായിച്ചാലും, ബാക്കി എന്ത് പുസ്തകം വായിച്ചാലും ഒന്നുകിൽ ഒന്നല്ലെങ്കിൽ 2 തവണ നാം വായിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അതവിടെ മാറ്റി വെക്കും. പക്ഷെ വചനം വായിക്കുന്നവന്റെ ജീവിതത്തിനകത്ത്, ഇന്നലെ വായിച്ച വാക്യത്തിനകത്ത് വെളിപ്പാടല്ല ദൈവാത്മാവ് ഇന്ന് കൈമാറുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ എത്ര വാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഓരോ ദേവദാസന്മാർ വരുമ്പോൾ, സ്തോത്രം, ഒരുപക്ഷെ ഒരാള് അല്ലെങ്കിൽ 2 പേര് വരുന്നത് ഒരേ വാക്യത്തിനകത്ത് നിന്ന്, സ്തോത്രം, ശുശ്രൂഷിക്കുന്ന, പക്ഷെ വ്യാഖ്യാനത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഓരോരുത്തരകത്ത് ജീവിതത്തിൽ, ഓരോരുത്തരുടെ, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് വ്യത്യസ്തമായ തലങ്ങളിലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അത് കേൾക്കുമ്പോഴും നമുക്ക് ബോറടിക്കുന്നില്ല. സ്തോത്രം. അതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വെളിപ്പാടായി, ഒരു പ്രവചന ശബ്ദമായി, ഒരു വാക്തത്വമായി നമ്മുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോൾ എന്താ? സ്തോത്രം. വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ മക്കളെ, ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വചന ധ്യാനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വചനത്തോട് നാം ഇതുവരെയും ഒന്ന് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നാം ഒരു തീരുമാനം ഇന്ന് പകലെടുക്കണം. ഹല്ലേലൂയ, വചന ദിവസത്തിൽ ഇത്ര സമയം ഇരിക്കും. സ്തോത്രം. ദൈവാത്മാവ് എന്നോട് ഇടപെടുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, സമയങ്ങൾ എപ്രകാരമാണ്, എന്നോട് ഇടപെടുന്ന വാക്യങ്ങൾ എപ്രകാരമാണ്, അതിനുവേണ്ടി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വചനങ്ങൾ, ഹല്ലേലൂയ, വായിച്ച് ധ്യാനിച്ച് അതിനകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നാം പ്രാവർത്തികമാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തിമോഥെയോസിനോട് പറയുന്നു, തിമോഥെയോസേ, സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങൾ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. നീ ചെറുപ്പം മുതലേ കേട്ട ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ ഈ വാഗ്ദത്ത നിവർത്തീകരണം സംഭവിക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരു യുദ്ധ സേവ ചെയ്യണം. നമുക്കറിയാം, യെഹെസ്കേലിനെ അസ്ഥിത്താഴിയുടെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചോദിച്ചു, ഹല്ലേലൂയ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ജീവന്റെ തരി ഉണ്ടായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടെന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. പക്ഷേ, ഹല്ലേലൂയ, വെറും, ഹല്ലേലൂയ, അസ്ഥിയും, ഹല്ലേലൂയ, ഹല്ലേലൂയ, അസ്ഥി മാത്രമായിട്ട് കിടക്കുന്ന, ഹല്ലേലൂയ, ഒരു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അതിലേക്ക് നോക്കിക്കൊണ്ടാ പറയുന്നത്, ഹല്ലേലൂയ, നീ പ്രവചിച്ച് പറയണം, ഹല്ലേലൂയ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ളത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നമുക്കറിയാം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന്. മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറയുന്ന മേഖലകൾക്കകത്തേക്കും ദൈവത്തിന്റെ ജീവൻ അടിച്ചാൽ, ദൈവത്തിന്റെ കരമിറങ്ങിയാൽ, ദൈവത്തിന്റെ കരസ്പർശം ഇറങ്ങിയാൽ, ഹല്ലേലൂയ, ഇതുവരെയും ചേരാത്ത ത്വക്കിനോട് ചേരാൻ തുടങ്ങും. ഹല്ലേലൂയ, മാംസത്തിനോട് ചേരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഇതുവരെ സംഭവിക്കാത്ത ദൈവ പ്രവൃത്തികൾ ജീവൻ വെക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒന്ന് വിശ്വസിച്ചു, നാളുകളായി ഹല്ലേലൂയ, ഒന്നും കാണാതെ കിടക്കുന്ന, ജീവനറ്റ് കിടക്കുന്ന, ഒരു ചലനം പോലും ഇല്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ജീവൻ വെപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ എത്ര പേർ ആ ദൂതനെ ഏറ്റെടുക്കും? ഹല്ലേലൂയ. ഒരു പക്ഷേ നീ പോലും വിട്ട വിഷയമായിരിക്കും, നീ പോലും ഉപേക്ഷിച്ച വിഷയമായിരിക്കും, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയമായിരിക്കും. പക്ഷേ ദൈവാത്മാവിന് ഹല്ലേലൂയ, പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക. ഹല്ലേലൂയ. സാഹചര്യം അനുകൂലമാകുമ്പോഴല്ല ഹല്ലേലൂയ ദൈവപ്രവൃത്തി നാം കണ്ടു തുടങ്ങുന്നത്. ഒരു വ്യക്തികൾക്ക് പോലും നമ്മളെ സഹായിക്കാൻ ഹല്ലേലൂയ കഴിയത്തില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഇനി ഒന്നും കഴിയത്തില്ല, ഇനി കർത്താവിന്റെ സന്നിധി മാത്രമാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം ആ വിഷയത്തിനകത്ത് പതുക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ പ്രവർത്തന അതിനകത്ത് ഹല്ലേലൂയ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ച ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ചലനമാറ്റി കിടക്കുന്ന മേഖലകൾക്കകത്ത് ഹല്ലേലൂയ തിമോഥെയോസേ ജീവൻ വെക്കാൻ തുടങ്ങുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന കൃപാവരങ്ങൾ അടുത്ത് പറയുന്നു സ്തോത്രം ചെയ്യണം, അത് ജ്വലിപ്പിക്കണം. നിന്നിൽ എന്തുണ്ട്? കൃപാവരമുണ്ട്. അതെന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾക്കറിയാം, നമുക്ക് ഒരുപാട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്നതായിരുന്നു, എനിക്ക് പ്രവചനം ഉണ്ടായിരുന്നു, ഞാൻ വെളിപ്പാട് കാണുമായിരുന്നു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ നാം പഴയ കാര്യങ്ങളൊക്കെ നാം ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷേ ദൈവാത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പോൾ നാം എപ്രകാരമായിരിക്കുന്നു? ഇപ്പോൾ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കും? തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ നിന്റെ മേൽ കിടക്കുന്ന കൃപാവരം ജ്വലിക്കണമെന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? നീ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലല്ല. സ്തോത്രം. ഇന്ന് ദൈവമക്കളെ, ഹല്ലേലൂയ വാക്കുകൾ നിർത്തുക. സ്തോത്രം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന ഇടമെന്ന് പറയുന്നത് ഹല്ലേലൂയ നാം ഇതുവരെ കാണാത്ത പ്രതിസന്ധിയുടെ മുഖത്താണ് നാം ഓരോ ദിവസവും ആയിരിക്കുന്നത്. ഓരോ ദിവസവും നാം കടന്നു പോകുന്നത് നമ്മുടെ ചിന്തകളിൽ ഒന്നും വരാത്ത ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇതിന്റെ ഒക്കെ നടുവിലും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ കൃപ പോരാ. ഹല്ലേലൂയ. ഇന്നലത്തെ പ്രാർത്ഥന പോരാ, ഇന്നലത്തെ വചനധ്യാനം പോരാ, ഇന്നലത്തെ കണ്ണുനീർ പോരാ. പുതിയ കൃപയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കണം. ഹല്ലേലൂയ. ശത്രുവായവൻ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കി തക്കം പാർത്ത് ഇരിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തത്തെ എവിടെയൊന്ന് ഉടച്ചു കളയണം. ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തത്തെ എവിടെയൊന്ന് നിന്റെ കയ്യിലേക്ക് വരാൻ കഴിയാതെ എവിടെയാ കൈ നിന്ന് തട്ടി മാറ്റണമെന്ന് ഹല്ലേലൂയ സ്തോത്രം തക്കം പാർത്തിരിക്കുമ്പോൾ നീ ഹല്ലേലൂയ ആത്മമണ്ഡലത്തിൽ കരയാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തയ്യാറാകുമെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിനാൽ ഞാനൊന്ന് പറയട്ടെ, ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തും. സ്തോത്രം. ഹല്ലേലൂയ. 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 ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് പ്രവചന ശബ്ദങ്ങളുണ്ട്, ഒരുപാട് പ്രവചന ദൂതുകളുണ്ട്, ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. അതൊക്കെ ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കുന്ന സമയങ്ങളായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് അത് വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കാൻ കുഞ്ഞിനെ തയ്യാറാണ്. വില കൊടുത്തിറങ്ങാൻ തയ്യാറായ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെട്ടു വന്നതുപോലെ, ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഇറങ്ങി വന്നതുപോലെ ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് വെറുതെയല്ല, നിന്റെ കണ്ണുനീര് വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, നിന്റെ ഉപവാസം വെറുതെയല്ല, നിന്റെ ഹൃദയത്തിനകത്തെ മുറുക്കം വെറുതെയല്ല. നീ മുറുക്കുന്നത് കരയുന്നത് കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്, അറിയേണ്ടവൻ അറിഞ്ഞിട്ടുണ്ട്, എഴുതി ചേർക്കേണ്ടവൻ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ നീ ഒരു മറുപടിക്കാൻ എന്ന് പറഞ്ഞ് നീ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വലിയൊരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ
ഇത് പകൽ വചനമാ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ചെയ്യാവുന്നത് നീ ചെയ്തെങ്കിലേ ദൈവം, ഹല്ലേലൂയ, 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 ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അറിയത്തുള്ളൂ. സ്തോത്രം. നാം മാറി നിന്നിട്ട് ദൈവം പ്രവർത്തിച്ചോളുമെന്ന് പറഞ്ഞ് മാറിയിരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദൈവസന്നിധിക്ക് വില കൊടുക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെ ഏൽപ്പിക്കും. നീ നല്ല മനസാക്ഷി ഉണ്ടാകണം, നല്ല വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ. ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധ സേവ ചെയ്യണം. കണ്ണുകളുടെ ദിവസങ്ങളിൽ അടച്ചാൽ ഹല്ലേലൂയ. ഈ പോരാട്ടം